എല്ലാവർക്കും വെള്ളരിക്ക വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സന്ദേശമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? എല്ലാവരുടെ വിശേഷങ്ങൾ പറയണം കേട്ടോ. ഇന്ന് നമുക്കൊരു പാസ്ത റെസിപ്പി നോക്കിയാലോ? എളുപ്പമായിട്ടോ, ടേസ്റ്റ് ചെയ്യുക. അതിനായി നമ്മൾ ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളമാണ് തിളപ്പിക്കുന്നത്. ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് പാസ്ത ഇടുന്നുണ്ട്. ഇതിൽ കുക്കിംഗ് ടൈം ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആട്ടോ. അത് പാക്ക് ചെയ്തിരുന്ന കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അത് നമുക്ക് കറക്റ്റായി തന്നെ തിരിച്ചെങ്കിൽ ഓവർ കുക്ക്ഡായി പോവാതെ നോക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ചിക്കൻ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാനിതിൽ ഉപ്പിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മാത്രമായിട്ടോ ചേർക്കുന്നത്. പിന്നെയാണ് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായി അരിഞ്ഞത്, ബട്ടർ 4 ടേബിൾ സ്പൂൺ, പിന്നെ 4 പീസ് സ്ലൈസ്ഡ് ചീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുക്കിംഗ് ക്രീമാണ് 200 ml. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്തിട്ട് വേണം ബട്ടർ ചേർക്കാൻ. എല്ലാം ലോ ഫ്ലെയിമിലും ആയിരിക്കും കേട്ടോ, അല്ല എല്ലാം കരിഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളിയും ചേർത്ത് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. ശേഷം കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ ക്രീം ചൂടായി വരും. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അവിടെ കുക്കായിരിക്കുന്ന പാസ്ത കണ്ടോ, അതുകൂടെ ചേർക്കാം. പാസ്ത ഒപ്പം വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ, വേണേൽ നേരത്തെ വേവിച്ച് സ്റ്റെയിൻ ചെയ്ത് എടുത്ത് വെച്ചേക്ക്. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ചിക്കനോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട്. ചീസ് മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ചീസിനും പല തരത്തിലായിരിക്കും ഉപ്പ് ഉണ്ടാവുക. അപ്പം അത് നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നാലെ ചതച്ച കുരുമുളക് മേമ്പൊടി ചേർത്ത് ഒരു ഫൈനൽ റൗണ്ട് മിക്സിങ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇവനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. And then comment please. For more delicious recipes, just join with me. Love you all. Thank you.